നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ള. നമസ്തേ. ശരിക്കും കഴിഞ്ഞ ദിവസം കുറെ കാലമായിട്ട് ജന്തർ മന്ദറിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സമരം പാർലമെന്റ് സെഷൻ മൺസൂൺ സെഷൻ ആരംഭിച്ചപ്പോൾ CJP എന്ന പാർട്ടി നേരെ പാർലമെന്റ് മുന്നിലേക്ക് പ്രകടനമായി പോകുന്നു. കോൺഗ്രസ് എംപിമാർ രാഹുൽ ഗാന്ധി ഇവരെല്ലാം വിളിച്ചുകൊണ്ട് നേരെ പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗ് LKMലെ വസതിക്ക് മുന്നിലേക്ക് നാടകീയമായി ചെന്നെത്തുന്നു. ഇതിനിടയ്ക്ക് ജന്തർ മന്ദറിൽ വെച്ച് പോലീസിനെ കല്ലും വടികളും ഒക്കെ ഇട്ട് ആക്രമിച്ച പ്രക്ഷോഭകാരികൾക്കെതിരെ പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നു. അതോ പോലീസ് മിണ്ടാതെ നോക്കിയിരിക്കണം എന്നാണോ ഇപ്പോൾ ശരിക്കും ഈ പ്രതിപക്ഷം പറയുന്നത്? തീർച്ചയായിട്ടും ഈ സമരം സത്യത്തിൽ ഈ CJP എന്ന് പറഞ്ഞ കുട്ടികളുടെ സമരം എന്ന് പറഞ്ഞ അഭിജിത് ദീപ്തെ തുടങ്ങിയ ഒരു സമരം ആദ്യഘട്ടത്തിൽ അത് ന്യായവും പിന്നീട് അത് അന്യായവുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ന്യായം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ഈ സമരമെങ്കിൽ അത് യഥാർത്ഥത്തിൽ ന്യായമായേനും. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായി. അത് ക്രമക്കേടുണ്ടായി എന്ന് സർക്കാർ അഡ്മിറ്റ് ചെയ്തു. സർക്കാർ അഡ്മിറ്റ് ചെയ്യുന്നു. സർക്കാർ തന്നെ വീണ്ടും പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ സമരം തുടർന്നത്? എന്തിനാണ് പാർലമെന്റ് സെഷൻ തുടങ്ങുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാം കൂടി ഈ സമരത്തിൽ വന്നത്? എങ്ങനെയാണ് ഇവർ വന്നത്? അവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ്? നോക്കൂ, കഴിഞ്ഞ 12-13 വർഷമായിട്ട് ഒരു രീതിയിലും ഒരു സമരം ചെയ്യാനോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്കോ വേണ്ടി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമരം നയിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ സമരത്തിനിടയിലേക്ക് ഓടിക്കേറുന്നു. അതും MP-മാരോടൊന്നും പറഞ്ഞിട്ടില്ല. ശശി തരൂർ എവിടെ ഈ സമരത്തിൽ? നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തെയാണ്. ഈ സമരത്തിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പിന്മാറിക്കളഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 25ഓളം MP-മാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനോട് രാഹുൽ ഗാന്ധി ചോദിച്ചത്രേ, ക്യാബിനറ്റ് ഇല്ലേ നാളെ, പോകണ്ടേ എന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കയറി പൊയ്ക്കോളൂ, അല്ലെങ്കിൽ താനും അറസ്റ്റിലായനെ, ജയിലിലായനെ എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത്. അങ്ങനെ ചുരുക്കം ചില MP-മാർ മാത്രമാണ്, ആ ഖാർഗെയുടെ വീട്ടിൽ കേക്ക് മുറിക്കാൻ പോയ കുറച്ചുപേർ മാത്രമാണ് ആ രഹസ്യ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അത് നമുക്ക് വ്യക്തവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തന്നെയാണ്. അതായത് എന്തിനാണ് നരേന്ദ്രമോദിയുടെ വീടിനടുത്തേക്ക് പോയത്? നേപ്പാളിലെ സമരം പോലെ, അവിടുത്തെ ജൻസി കലാപം പോലെ വീണ്ടും ഒരു ജൻസി കലാപം, അതായത് കുട്ടികളുടെ കലാപമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് മുതലെടുപ്പ് നടത്താനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി അടക്കം നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കലാപം, രാജ്യത്തൊരു കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ എനിക്കൊരു വിയോജിപ്പുള്ളത്, കേന്ദ്രത്തിന് IBM ഇന്റലിജൻസ് ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് അറിയാതിരുന്നത് എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നിന്നുള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ള, സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സിനിമാ താരങ്ങളല്ല കേട്ടോ, ഈ സിനിമയുടെ 2ാം ഘട്ടത്തിൽ നിൽക്കുന്നവരെ, ആങ്കർമാരെ, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ മനസ്സിലാക്കുന്ന മലപ്പുറത്തു നിന്നും വയനാട് നിന്നും നിരവധി പേർ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനമായി ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും പ്രധാനമായി കേന്ദ്രം നോക്കി കാണേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ തീവ്രവാദികൾക്കും ജനാധിപത്യം എന്ന പേരിൽ, ജനാധിപത്യ അവകാശങ്ങൾ എന്ന പേരിൽ 90% വിഘടനവാദികൾക്കും കുടപിടിക്കുന്നത് കേരളത്തിലെ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളും ഒക്കെ ഇവർക്ക് പരോക്ഷമായെങ്കിലും വലിയ രീതിയിലുള്ള അംഗീകാരവും സ്വീകരണവും ഒക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ജന്തർ മന്ദറിൽ എന്ത് സമരം നടന്നാലും ആ സമരത്തിലെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ മറ്റ് സർവകലാശാലകളിലും, കേന്ദ്ര സർവകലാശാലകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അന്നൊന്നും യാതൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളായിരുന്നു കേരളത്തിൽ. ഇപ്പൊ CUET ഒക്കെ വന്നതോടുകൂടി അത്തരത്തിലുള്ള ആൾക്കാരുടെ വരവ് യൂണിവേഴ്സിറ്റികൾ കുറഞ്ഞിട്ടുണ്ട്. CUET എക്സാം വന്നതോടുകൂടി അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നേരത്തെ കുറച്ച് CPM-കാരുടെ വിഹാര രംഗമായിരുന്നു ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ. നമുക്കറിയാം, JNU പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ യൂണിവേഴ്സിറ്റികൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇവരുടെ താവളം തന്നെയായിരുന്നു. എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട വിഷയം,
കേരളത്തിൽ നിന്ന് ഇത്രയും പേർ ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തായാലും വലിയ പണം വാങ്ങിക്കുന്ന ആങ്കർമാരും മറ്റുള്ളവരും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് ഒരു ജനാധിപത്യത്തിന്റെ പുറത്ത് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിഷയമായതുകൊണ്ട് അവിടെ കണ്ടിട്ടുള്ള അനീതി കണ്ടുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആങ്കർ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? അവിടെ നിന്നും സോനം വാങ്ചുകിനെ എടുത്തോണ്ട് പോയ രീതി അവരെ ഇങ്ങനെയല്ല മാറ്റേണ്ടതെന്ന്. കോടതി പറഞ്ഞത് പ്രകാരമാണ് സോനം വാങ്ചുകിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. അവിടെ ആലോചിച്ച് നോക്കി, ഇത്രയും ദിവസം നിരാഹാരം കിടന്ന ഒരാളുടെ സോഡിയം ലെവൽ, പൊട്ടാസ്യം ലെവൽ എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരാളെ ഒരു ബെഡ്ഷീറ്റിൽ വെച്ച് എടുത്തുകൊണ്ട് പോകുക അല്ലാതെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ പോലീസുകാർക്ക്? അപ്പൊ ഇതൊക്കെ ഈ രീതിയിൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഇന്ന് ഞാൻ രാവിലെ കണ്ടൊരു ദൃശ്യത്തിൽ ഒരാൾ പറയുന്നു, കേരളത്തിൽ നിന്നുള്ള എല്ലാ യൂട്യൂബേഴ്സും പെട്ടെന്ന് ഡൽഹിയിലേക്ക് വരണം, ഡൽഹിയിൽ ഇതൊന്നും കാണിക്കുന്നില്ല, ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ ഇതൊന്നും കാണിക്കുന്നില്ല എന്ന്. ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ? കല്ല് വരുന്നു എന്ന് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കല്ലെറിയുന്നു എന്ന് പറയുമ്പോൾ അക്രമികളുടെ ഇടയിൽ നിന്നാണ് കല്ലെറിയുന്നത്. അവിടെ സ്ത്രീകളോടക്കമുള്ളവരോട് കാണിക്കുന്ന മര്യാദകേട് നമ്മൾ കാണുന്നതല്ലേ? വണ്ടി, അതായത് പോലീസിന്റെ വണ്ടി അടക്കം വലിയ രീതിയിൽ ആ വണ്ടിയെ അടക്കം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, ആ വണ്ടിയിൽ ഇരിക്കുന്നവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, വണ്ടി തല്ലി തകർക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പോ ഇതിൽ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഒരുപക്ഷെ സർക്കാരിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയോ എന്ന സംശയം എനിക്കുണ്ട്. നേരത്തെ തന്നെ ഈ സമരക്കാരെ അവിടെ നിന്നും മാറ്റേണ്ടതായിരുന്നു. ആ സമരം അവിടെ എത്രയും ദിവസം പെർമിറ്റ് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ജന്തർ മന്ദിർ എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെ ജന്തർ മന്ദിർ കണ്ടാ അറിയാം. നമ്മൾ ഈ കേരളത്തിലെ ആൾക്കാർ ഇവിടെ കടന്ന് ജന്തർ മന്ദറിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോ ഒരു ചെറിയ സ്പേസാ ഒന്നാമത്തെ കാര്യം. അപ്പോ ഈ സ്പേസിൽ ആണ് സമരങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഈ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സമരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. തീർച്ചയായിട്ടും പോലീസുകാർക്ക് ആക്ട് ചെയ്തല്ലേ പറ്റൂ, പോലീസുകാർക്ക് അവരുടെ പണിയെടുത്തല്ലേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഏത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവർ ഇവിടെ വന്ന് സമരം നടത്തുന്നു, സിനിമാ താരങ്ങളെല്ലാം ഇറങ്ങുന്നു, വേടന്റെ പാട്ട് ഷോ അരങ്ങേറുന്നു, അങ്ങനെ പല 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 ഗിമ്മിക്കുകളും കേരളത്തിൽ അത്തരത്തിൽ കൊച്ചിയിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികളൊന്നും വിദ്യാർത്ഥികളല്ലേ? കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റിലെ നമ്മൾ കണ്ടതല്ലേ? തറയിൽ കിടന്ന് മണ്ണ് വാരി കഴിക്കുകയും തറയിൽ കിടന്ന് ഉയരുകയും മുടി മുറുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ LDF സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയായിരുന്നു ഈ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള അവതാരകന്മാർ, മറ്റേ പാട്ടുകാർ, വേടനടക്കമുള്ളവർ. വേടനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ കല്യാണം പോലും അനൗൺസ് ചെയ്തതും താലിമാല എടുത്ത് കൊടുത്തു, മാല എടുത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ അവര് വളർത്തിക്കൊണ്ടുവന്ന പിടിക്കപ്പെട്ട ആളാണ്. 2 തവണ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഒരു ആന്റി സോഷ്യൽ എലമെന്റിനെയാണ് അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി കല്യാണം അനൗൺസ് ചെയ്തത്. കാരണം ഇവര് വളർത്തിക്കൊണ്ടുവന്ന ഒരു വിഭാഗമാണ്. അതെ, ഇടതിലെ ഒരു വിഭാഗം വളർത്തിക്കൊണ്ടുവന്നൊരു സാംസ്കാരിക ടീമാണ് ഇവര്, സാംസ്കാരിക മാഫിയ. അപ്പോൾ ഇവർ തന്നെയാണ് അവർക്കറിയാം ഇനി അങ്ങോട്ട് എന്ത് പ്രശ്നം വന്നാലും അഴിച്ചു വിടേണ്ടത് ഇവരെ തന്നെ, മറ്റേ വേട്ടപ്പട്ടികളെ പോലെ അഴിച്ചുവിടുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഈ പറയുന്ന അവതാരകർ, ഈ പറയുന്ന സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ രണ്ടാംകിട ചലച്ചിത്ര അഭിനേതാക്കൾ, ഇവരൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ ഇവർ ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഇവർ ഇടപെട്ടിട്ടുണ്ടോ? ഇതുവരെ ഇവർ കേരളത്തിൽ ഒരു വിഷയത്തിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി സർക്കാരിന്റെ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല. കാരണം 10 വർഷം പഞ്ചപുച്ഛം മുടക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ഡൽഹിയിൽ ചെന്ന് അവിടെ ഒരു ഈ ശൂരത്വം കാണിക്കുക. അതെ, അത് സത്യത്തിൽ ഇതിന്റെ പിന്നില് നമ്മൾ എപ്പോഴും പറയുന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. എനിക്ക് തോന്നുന്നില്ല രഞ്ജിനി ഹരിദാസ് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ എനിക്കൊന്ന് ട്രെയിൻ ഫ്ലൈറ്റിന്റെ ഫെയർ എന്ന് പറയുന്ന ഒരു 18,000 രൂപ കുറഞ്ഞ ടിക്കറ്റ് കിട്ടില്ല. 18 36 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 50,000 രൂപ, 50 പോരാ, ഡൽഹിയിൽ താമസിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. 50,000 രൂപ ഒരാൾക്ക് ചെലവ് വരും, ഏറ്റവും കുറഞ്ഞത്. ഫുഡും ബാക്കി അക്കോമഡേഷനും എല്ലാം കൂടെ വരുമ്പോൾ അതിലും കൂടുതലാണ്. അത്രയും രൂപ മുടക്കി ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരാളും കേരളത്തിലെ ഒരു സിനിമാക്കാരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റി വിഷയം സിനിമയിൽ നടന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? സിനിമയെ ബാധിക്കുന്ന വിഷയമാണല്ലോ. ഇപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുമ്പോൾ ഇവർ എവിടെയായിരുന്നു? സിനിമയെ ബാധിക്കുന്ന വിഷയമാണല്ലോ. സിനിമയെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതെ, സിനിമയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും
അഭിപ്രായം പറയാത്ത ആൾക്കാർ സോനം വാങ്ങിച്ചു ഇങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ വിഷമം വന്നുകൊണ്ട് ഓടി ഡൽഹിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. ബുദ്ധിയുള്ളവർക്ക് അത് കഴിയില്ല. ഇവിടെ ഞാൻ പറയാം, ഈ സമരം കുട്ടികൾ ചെയ്ത സമരമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്, സർക്കാർ അംഗീകരിച്ചു, വീണ്ടും റീടെസ്റ്റ് നടത്തി, അതിന്റെ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഈ സമരം തുടർന്നുകൊണ്ട് പോയത്? അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഇതിന്റെ പിന്നിലെ അജണ്ടയാണ്. അവിടെ വന്ന ആരെങ്കിലും നീറ്റിലെ കുട്ടികളുടെ കാര്യങ്ങളാണോ അവിടെ വന്ന ആരെങ്കിലും അഡ്രസ് ചെയ്തിട്ടുള്ളത്? കാശ്മീരിലെ 370 അടക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അടക്കമുള്ളതാണ് അവിടെ ചർച്ചാ വിഷയമാകുന്നത്. നരേന്ദ്രമോദി അട്ടിമറിക്കണം എന്നതാണ് അവിടെ ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ നമുക്ക് അതായത് മനസ്സിലാവുന്നത് കേരളത്തില് ഇടത് പക്ഷം കേരളത്തിൽ തകർന്നപ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർ തൂത്തുമാറ്റപ്പെട്ടു. അതുപോലെ തന്നെ കോൺഗ്രസിനും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി തകർന്നപ്പോൾ അവർക്കും സഖ്യകക്ഷിയുടെ മുന്നിൽ ഒന്നും പറയാനാകാതെ അവരും വാരി ചുരുട്ടി മടക്കി നിൽക്കുകയാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇപ്പോഴത്തെ BJP സർക്കാരിനെതിരെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കണം. മറ്റേ നമ്മുടെ ബ്രാഹ്മണിക്കൽ ഹെഗിമണി, ആന്റി ഹിന്ദു അജണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കശ്മീരിലെ ആർട്ടിക്കിൾ 370 ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ എന്താണോ ഇടത് അർബൻ നക്സലുകൾ, ഇടതുകൾ, ഈ കോൺഗ്രസ്സുകാർ, ഇവരൊക്കെ എന്താണോ ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, മുന്നണി ശിഥിലമായി പോയപ്പോൾ ഇവരെല്ലാരും കൂടി അവർക്ക് ഇനി ഒന്നും പറഞ്ഞാൽ ആരും ഭരിക്കില്ല, ജനം കേൾക്കില്ല, ന്യൂഡൽഹി കേൾക്കില്ല എന്നവർക്ക് വ്യക്തമായി മനസ്സിലായി. അപ്പോൾ പിന്നെ പുതിയൊരു തലമുറയെ, ഒരു വിഭാഗം കുട്ടികളെ, അവരെ ഈ കുട്ടി കുരങ്ങന്മാരെ പോലെ അവരെ തന്നെ ഈ ചുടിചോറ് വാരിപ്പിക്കുന്ന കേട്ടിട്ടില്ലേ, അവരെ ഇളക്കി വിട്ട് അങ്ങോട്ട് വിടാം. പക്ഷെ അതിലൊരു വലിയൊരു അപകടമുണ്ട്. നമ്മുടെ കുട്ടികൾ, അവർക്ക് ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ആണ് കുട്ടികൾക്ക്. യൂട്യൂബ് കാണുന്നത്, യൂട്യൂബ് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പറയുന്നതൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ പറയുന്നത് പോലെ അവർക്ക് വിശ്വാസമാകില്ല. പക്ഷെ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. കണ്ണുമടച്ച് 6ാം നിലയിൽ താഴെ ചാടാൻ ഒരു ഇൻഫ്ലുവൻസർ ആഹ്വാനം ചെയ്താൽ ചിലപ്പോൾ ഒരു 10 പേര് അത് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ അവസ്ഥയാണ്. കുട്ടികളുടെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും, അവിടെ മനസ്സ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തലച്ചോറിനെ ഇളക്കി ഈ ഒരു ആന്റി ഗവൺമെന്റ്, ആന്റി ഇന്ത്യ വികാരം കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പൊ ഇപ്പൊ തന്നെ പല കുട്ടികളും പ്രതികരിച്ചു തുടങ്ങി. അവിടെ നടക്കുന്നത് മോശമല്ലേ, അങ്ങനെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇതേപോലെ ഒരു സമരം നടന്നാൽ, കഴിഞ്ഞ ദിവസവും ചെയ്തല്ലോ, BJP-ക്കാർ KPCC ആസ്ഥാനത്തിനെ കൊണ്ടുപോയപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. കാരണം മോബിനെ പിരിച്ചുവിടാൻ പോലീസിന് വേറെന്താണ് വഴി? കാരണം ഒരു ജനക്കൂട്ടം അനുവാദമില്ലാതെ പൊതുനിരത്ത് തടസ്സപ്പെടുത്തി ഒരു സർക്കാർ സ്ഥാപനത്തിന് മുന്നിലെത്തിയാൽ അത് ക്രിമിനൽ കേസും നിയമലംഘനവും തന്നെയാണ്. അപ്പോൾ പോലീസ് പ്രതികരിക്കും. ഡൽഹിയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് വേണം. കുട്ടികൾ ഇപ്പോഴും ഇവരുടെ ഈ റാക്കറ്റിൽപ്പെട്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഓരോ ഇതുണ്ടല്ലോ, മോട്ടോ, ഓരോരോ വാക്കുകൾ, അതിൽ കുട്ടികൾ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ സിറ്റുവേഷൻ ആണ്. പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെയല്ല എന്നുള്ളത് ബുദ്ധിയുള്ള കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. അതായത് പല കുട്ടികളും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലൊക്കെ പല കുട്ടികളുടെയും സ്റ്റാറ്റസ് കണ്ടു. എല്ലാ ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ജൻസി കലാപം രാജ്യത്ത് സൃഷ്ടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ രാഹുൽ ഗാന്ധി ഓടി വന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ആലോചിച്ച് നോക്കൂ, ഇത്രയും ദിവസം ആ സമരക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ അവിടേക്ക് രാഹുൽ ഗാന്ധി വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഓടിക്കേറുന്നു. രാഹുൽ ഗാന്ധി സ്റ്റാർ ആയ രീതിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പോലീസിന്റെ കയ്യിലൊക്കെ രാഹുൽ ഗാന്ധിയെ പെടുന്നത്. രാഹുൽ ഗാന്ധിയെ പോലീസ് പിടിക്കുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും വർഷത്തിനിടയിൽ. അപ്പൊ പോലീസ് രാഹുൽ ഗാന്ധിയെ പിടിക്കുന്നു, ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കുന്നു, ജയിലിൽ പോകുന്നു. അമ്മ ഉടനെ വരുന്നു മക്കളെ കാണാൻ വേണ്ടി, ഉടൻ തന്നെ മക്കളെ രണ്ടുപേരെ റിലീസ് ചെയ്യുന്നു. അതായത് എന്തോ സംഭവമാണ് എന്നത് വരുത്തി തീർക്കാനുള്ള എല്ലാ പ്രാവശ്യത്തെയും കളി പോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഈ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് കാട്ടാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം, ആ ശ്രമം ഇത്തവണയും പാളി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തുള്ളത് കുട്ടികളാണോ, അതിനകത്ത് അഴിഞ്ഞാടുന്നത് കുട്ടികളാണോ? ആ ജൻസി സമരത്തിൽ എത്ര ശതമാനം കുട്ടികളുണ്ട്? വീട്ടിലും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഇൻസ്റ്റ വഴി ഇത്തരത്തിലുള്ള വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ആ സമരത്തിൽ കുട്ടികൾ എവിടെയുള്ളത്? എവിടെയാണ് കുട്ടികളുള്ളത്? എത്ര കുട്ടികൾ ആ സമരത്തിലുണ്ട്? യഥാർത്ഥത്തിൽ അതൊന്നും പഠിക്കുന്നവരല്ല, ജോലി ചെയ്യുന്നവരും മറ്റുള്ള പണികൾ എടുക്കുന്നവരും ഒക്കെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ എനിക്കൊന്നും അതിന്റെ നല്ലൊരു ശതമാനം കേരളത്തിൽ നിന്നുള്ളവരാണ്.
കേരളത്തിൽ നിന്നുള്ളവർ സത്യത്തിൽ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി തന്നെ ഏറ്റവും ജാഗ്രതയോടെ കാണേണ്ട ഏറ്റവും അപകടകരമായ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഏറ്റവും ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജൻസി കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സമരം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ അഭിജിത് ദീപ്തെ ഇപ്പൊ അല്പം പിന്നോക്കം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാങ്ചുക്കും ഇനി ആർക്കും എതിരെ കേസെടുക്കരുത്, ഞാൻ നിരാഹാരം അവസാനിപ്പിക്കാമെന്നൊക്കെ പറയുന്നു. ഏതായാലും അഭിജിത് ദീപ്തെയും വാങ്ചുക്കും ഒക്കെ അല്പം മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇവരൊക്കെ ആരായിരുന്നു എന്ന് നമുക്കറിയാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സമരം തുടങ്ങി വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് പറയാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചോ ഒന്നും പറയാനില്ല. വെറുതെ വരുന്നു, അവിടെ ഗിമ്മിക്ക് കാട്ടുന്നു, അവിടെ കിടക്കുന്നു കുറച്ചു പേർ. അതിനുശേഷം പാർലമെന്റിന്റെ സെഷൻ തുടങ്ങുമ്പോൾ എല്ലാവരും കൂടി അവിടെ കൂടിക്കേറുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, ആൾക്കാരെ എല്ലാം തിരുവനന്തപുരത്തു നിന്നും കേരളത്തിലുടനീളമുള്ള ആൾക്കാരെ അടക്കം ഇവിടെ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ജൻസി കലാപം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതായത് ഷെയ്ഖ് ഹസീനയുടെയൊക്കെ വീട്ടിൽ പോയി കാണിച്ച അക്രമം പോലെ ഈ കുട്ടികൾ അവിടെ പോയി അക്രമം കാണിക്കട്ടെ എന്ന് കരുതി ആ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനാണ് പ്രധാനമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാത്തത്? എംപിമാർ സംസാരിക്കേണ്ടത് പാർലമെന്റിലല്ലേ? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്കല്ലേ പോകേണ്ടത്? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീടിനടുത്തേക്കാണോ പോകേണ്ടത്? എന്തിനായിരുന്നു പ്രധാനമന്ത്രിയുടെ വീടിനടുത്തേക്ക് പോയത്? തീർച്ചയായും ഷെയ്ഖ് ഹസീനയുടെ പോലെ നേപ്പാളിലെ കലാപം പോലെ ഒരു ജൻസി കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് നമുക്ക് വ്യക്തമാവുകയാണ്. ശ്രീല, ഇവിടെ പട്ടാള ഭരണം ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പം തികച്ചും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ഇത്തരം ജൻസി കലാപം ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാമെന്നൊക്കെ കരുതുന്നത് രാജ്യദ്രോഹം തന്നെയാണ്. അതിന് ശരിക്കും മാന്യതയുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിന് കൂട്ടുനിൽക്കരുത്. കാരണം മറ്റു ചില വിധ്വംസക ഗ്രൂപ്പുകൾ, മാഫിയകൾ ഇതിനിടയിൽ നുഴഞ്ഞു കയറി ഈ CJP-ക്ക് ഫണ്ടിങ് കൊടുത്ത് അവർക്ക് മുന്തിയ ഭക്ഷണമാണ് അവർ കൊടുക്കുന്നത്. കഴിച്ചോട്ടെ, കുഴപ്പമില്ല. ബർഗറെ അവർ കഴിക്കുകയുള്ളൂ, കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതിനുള്ള ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു അത് അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ ശരിക്കും NIA അടക്കമുള്ള NIA അടക്കമുള്ളവർ ഈ CJP-യുടെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് വന്നു വളരെ 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 എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഈ സാമ്പത്തിക സ്രോതസ് വരുന്നത്? അല്ലാതെ നാട്ടിൽ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടില്ലല്ലോ. ഇവിടെ ആരും ബക്കറ്റ് പിരിവിനായി നമ്മുടെ അടുത്ത് വന്നിട്ടുമില്ല. ആരും ബക്കറ്റ് പിരിവ് നടത്തുന്നതും കണ്ടില്ല CJP-ക്ക് വേണ്ടി. എങ്ങനെ അവർക്ക് ഈ പണം കിട്ടി? കാരണം രാജ്യദ്രോഹമാണ് അവർ ചെയ്തത്. പിന്നെ ഡൽഹിയിലും അതിമനോഹരമായ ഡൽഹിയിലെ തെരുവുകളുണ്ടല്ലോ, നിരത്തുകൾ, മനോഹരമായ നിരത്തുകളെ നശിപ്പിച്ച് അലങ്കോലമാക്കി. അതുകൊണ്ട് അവിടെ അറസ്റ്റിലായവർ എനിക്കറിയാൻ കഴിഞ്ഞത് തൽക്കാലം അവർ ഈ പൊതുമുതൽ നശിപ്പിച്ചതിന് തൽക്കാലം ഒന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോകുന്നില്ല. ഇവിടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെ പോലീസ് അല്ല, ഡൽഹി പോലീസ്. അവർ അല്പം കൂടി കടുപ്പിച്ച് ഇതിനൊന്നും ഒന്നിനും ജാമ്യം കൊടുക്കരുതെന്ന കടുത്ത നിലപാടിലാണ്. പക്ഷേ അവസാനമായി പറയേണ്ടത്, പ്രതിപക്ഷം ഒരല്പം കൂടി ശക്തമാകുന്നത് അത് നമ്മുടെ NDA സർക്കാരിന് അല്പം കൂടി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ, നീറ്റ് പരീക്ഷ അടക്കമുള്ള ചില അഴിമതി ക്രമക്കേടുകൾ അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് കൂടി കരുത്ത് പകരുന്നതല്ലേ ഈ പ്രതിപക്ഷം ഇങ്ങനെ അല്പം കൂടി ശക്തമാണെന്ന് അവർ പുറമെയെങ്കിലും കാട്ടിക്കൊടുക്കുന്നത്. തീർച്ചയായും ആലോചിച്ച് നോക്കേണ്ടത്, കേരളത്തിൽ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും സമരത്തിൽ ഇവർ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു? ഈ നീറ്റ് പോലെ തന്നെയല്ലേ PSC പരീക്ഷയിൽ മനഃപൂർവ്വം തിരുവനന്തപുരത്ത് തന്നെ സെന്റർ വാങ്ങിച്ച് തിരുവനന്തപുരത്തെ കോളേജിൽ, അതായത് പഠിച്ചുകൊണ്ടിരുന്ന കാര്യവട്ടത്തെ ക്യാമ്പസിലേക്ക് തന്നെ, അവിടെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും കാര്യവട്ടം ക്യാമ്പസിലും ഒക്കെ തന്നെ സെന്റർ വാങ്ങിച്ചുകൊണ്ട് PSC പരീക്ഷ എഴുതിയ ശിവരഞ്ജിത്തിനെയും ഒക്കെ മറന്നുപോയോ? അവരൊക്കെ 1ാം റാങ്കുകാരായിരുന്നില്ലേ? 0 മാർക്ക് കിട്ടിയവർ 1ാം റാങ്കുകാരാണ്. അപ്പൊ അന്നൊന്നും ഈ യുവാക്കളോട് സ്നേഹമില്ലായിരുന്നോ? ഈ പറയപ്പെടുന്ന നടിമാർക്കും നടന്മാർക്കും ഒക്കെ അവർക്ക് ഇപ്പോഴും നീറ്റ് വന്നപ്പോഴാണോ സ്നേഹം വന്നത്? അത് വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സമരം ചെയ്യാതിരുന്നത്? കേരളത്തിലെ ഏതൊക്കെ തരത്തിലുള്ള യുവജനങ്ങളെ ബാധിക്കുന്ന ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടായി? ഇപ്പോഴും സമരമുഖത്തല്ലേ യുവമോർച്ച അടക്കമുള്ളവർ? ഏത് കാര്യത്തിലാണ് ഇവർ സമരം ചെയ്തിട്ടുള്ളത്? അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു രാജ്യവിരുദ്ധ അജണ്ടയാണ് എന്നുള്ളത് തന്നെയാണ്. ആ രാജ്യവിരുദ്ധ അജണ്ടയ്ക്ക് ഇപ്പൊ കൂട്ടുപിടിക്കുന്നത് ഈ പറയപ്പെടുന്ന പ്രതിപക്ഷമാണ്. ക്രിയാത്മകമായ പ്രതിപക്ഷമാകാനോ പ്രതിപക്ഷം എന്ന രീതിയിൽ ശക്തി പ്രാപിക്കാനോ കഴിയാത്ത കോൺഗ്രസ് അടക്കമുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് അരാജകവാദികളെല്ലാം കൂടി തെരുവിൽ അഴിഞ്ഞാടുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കുന്ന വിഷയമോ നീറ്റുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല ഇപ്പോഴത്തെ വിഷയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.